പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. വെബ്സൈറ്റിലും ഫോണിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ ബേസിക് ഇൻ്റർഫേസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോകളായി അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്നും ക്യാൻവ എന്ന ആപ്പ് നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ വരുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആ ഒരു മെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ക്യാൻവ ആപ്പിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. ഈ രീതിയിലാണ് നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ഇൻ്റർഫേസ് വരിക. ഏറ്റവും താഴെയായി ഹോം, പ്രൊജക്ട്സ്, അതുപോലെ പ്ലസ് ബട്ടൺ കാണാം, ടെംപ്ലേറ്റ്സ്, എഡ്യൂക്കേഷൻ. വിവിധ ടെംപ്ലേറ്റുകൾ ഇവിടെയാണ് ഉണ്ടാവുക. അതുപോലെ നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകൾ ഈ ഭാഗത്തും, ഹോം പേജ് ഇവിടെയും ലഭ്യമാകും. നമുക്ക് ആദ്യമായി ഒരു ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ടെംപ്ലേറ്റ്സ് എന്നുള്ളിടത്ത് നമ്മൾക്ക് വേണ്ട ടെംപ്ലേറ്റ് എന്താണെന്ന് അവർ ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് സൈസ് ചോദിക്കും. പോസ്റ്ററിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിവിധ പോസ്റ്ററുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ട ഒരു സൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം, കസ്റ്റം എന്ന് കൊടുത്തതിന് ശേഷം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെർച്ച് ബട്ടണിൽ ഞാൻ തൽക്കാലം A4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. A4 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വിവിധ സൈസുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഡോക്യുമെൻറ്റ് A4 പോർട്രേറ്റ് എന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാൻവാസ് വരും. ക്യാൻവാസ് ലോഡായ ഉടനെ തന്നെ ഡിസൈൻ പേജാണ് വരിക, ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു പേജ്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് പോകുന്നതാണ്. ആദ്യം താഴെയുള്ള ഈ ഒരു ടാബുകൾ പരിചയപ്പെടാം. ഡിസൈൻ, ഇവിടെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുന്നത്. എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ടാബിലാണ് നമ്മൾക്ക് ഈ ഒരു പോസ്റ്ററിലേക്ക് വേണ്ട വിവിധ ഗ്രാഫിക്സ്, ഫോട്ടോ ഫ്രെയിംസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് ഈ എലമെൻറ്റ്സ് ടാബിലാണ്. ടെക്സ്റ്റ് എന്ന ടാബിൽ നമ്മുടെ പോസ്റ്ററിലേക്ക് വിവിധ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഇതിൽ നോർമലായിട്ടുള്ള ടെക്സ്റ്റുകളുണ്ട്, ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റുകളുണ്ട്. പല രീതിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഗാലറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ചോദിക്കും. അതിൽ അലോ ഓൾ, അലോ ലിമിറ്റഡ് ആക്സസ്, ഈ ഒരു പെർമിഷൻ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് കാണുകയുള്ളൂ. ഞാൻ കൊടുത്തു. അപ്പോൾ ഫോണിലെ ഫോട്ടോസ് കാണുന്നതാണ്. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ഏത് ടീമിന് അണ്ടറിലാണോ നിങ്ങളുള്ളത് അവരേതെങ്കിലും ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്താൽ അത് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഡിസൈൻ എന്നുള്ള ആദ്യ ടാബ് എടുത്തു. ഞാൻ തൽക്കാലം റീഡിംഗ് ഡേ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു. എനിക്കിഷ്ടപ്പെട്ടൊരു ടെംപ്ലേറ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത A4ലേക്ക് കറക്റ്റ് ഫിറ്റ് ആയിക്കൊണ്ട് ആ ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഏത് എലമെൻറ്റ് വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഡിലീറ്റ് പ്രസ് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി റീഡിംഗ് ഡേ എന്ന് കൊടുത്തു. ഇനി ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇതിൽ പിടിച്ചുകൊണ്ട് ചെറുതാക്കാനോ വലുതാക്കാനോ സാധിക്കും. ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആ ഫോണ്ടുകളിലേക്ക് മാറ്റാം. ടെക്സ്റ്റ് സ്റ്റൈല് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഫോണ്ട് സൈസുണ്ട്. ഇനി നമ്മളിത് സൈഡിലേക്ക് നീക്കുമ്പം കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവിധ കളറിലേക്ക് മാറ്റാം. തുടങ്ങി ഫോർമാറ്റ്, സ്പേസിംഗ് തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ ഇനി ഇതിലേക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. മംഗ്ലീഷ് കീബോർഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ, ബോൾഡാക്കാം, ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം, അങ്ങനെ എല്ലാ ഓപ്ഷനുകളും ചെയ്യാം. സെലക്ട് ചെയ്യണം എന്ന് മാത്രം. ഇനി ഒരു ചിത്രം ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക.
അവിടെ നിന്നും മുകളിൽ കാണുന്ന ഈ സെർച്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബുക്സ് എന്ന് സെർച്ച് ചെയ്യാണ്. എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ബുക്സ് കാണാം. ഗ്രാഫിക്സ് ഉണ്ട്, ഫോട്ടോസ്, വീഡിയോസ് പലതുമുണ്ട്. ഞാൻ തൽക്കാലം ഈ ഗ്രാഫിക്സ് എന്നുള്ള ഈ സി ഓൾ എടുക്കുന്നു. അതിൽ നിന്നും ഒരു ബുക്കിൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഇവിടേക്ക് ആഡ് ആവും. അത് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, പല രീതിയിൽ ചെറുതാക്കി അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു കുട്ടിയുടെ ചിത്രം വേണമെങ്കിൽ താഴോട്ടോ മുകളിലോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ മനോഹരമായ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം. ഡിസൈനിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോകളായി അപ്ലോഡ് ചെയ്യുന്നതാണ്.